റീഡ് അലൗഡ് സ്പെസിഫിക്കലി ഇപ്പൊ റീഡ് അലൗഡ് ചെയ്യുന്നവർ പ്രോബ്ലംസ് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് സെന്റൻസിൽ പ്രോബ്ലം കാണുന്നവരാണെങ്കിൽ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിങ്ങിൽ ട്രബിൾ ഉണ്ട്, be consistent in practicing for the next 7 days. After 7 days you will find a change in your listening, in your reading. അത് ഗൈഡൻസോട് കൂടി ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആ ഗൈഡൻസോട് കൂടി നിങ്ങൾ ചെയ്ത് നോക്കിയേ, you are in the right track. But what happens is you are practicing without a proper guidance, and then you see a result that is nowhere near the required score, then you won't find it. Okay, keep strictly within the word limit for writing task. Writing task എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, we may be in a flow and we may be wanting to write more. It can never happen like that. Second aspect, I'm not getting enough of points. That is the one thing that I get from most of my students. Sir, essay എഴുതുമ്പോൾ എനിക്ക് പോയിന്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ചൈൽഡ് ബിഹേവിയർ, ഫോർമേഷൻ ഓഫ് എ ചൈൽഡ് ബിഹേവിയർ ഇൻ സ്കൂൾ. അപ്പൊ ഇതിങ്ങനത്തെ ഒരു കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ യു റൈറ്റ്? ഇപ്പൊ അതിലേക്ക് ഞാൻ കിടക്കാം, അതിൽ മനസ്സിലാക്കി തരാം. ലെറ്റ് മീ ഗോ ടു ദിസ്. ഓക്കെ, child's behavior, formation of child's behavior, ഷോർട്ട് ഫോമിൽ എഴുതാം, in schools. ഇതാണ് നമ്മുടെ ടോപ്പിക്. നമുക്കൊരു 4 ടോപ്പിക് ഇതിനെ കുറിച്ച് എഴുതിക്കൂടെ? 4 പോയിന്റ് നമ്മൾ എഴുതിയാൽ നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വാട്ട് ഫസ്റ്റ് ഇസ് ദ ഇൻട്രോ പാർട്ട്. ഇൻട്രോയിൽ എന്താണ്? ഫോർമേഷൻ ഓഫ് എ ചൈൽഡ്സ് ബിഹേവിയർ ഇൻ സ്കൂൾസ്. നമുക്ക് തുടക്കം മുതൽ എഴുതാം, from a child birth. Okay, then you talk about what is the schooling, what is the age they start, and then you talk about till college. Before entering into college, this is the main playground where they develop their brains, their character, their social values. ഇതൊക്കെ നമുക്ക് പറയാം, അത് ഇൻട്രോയിൽ പറയാം. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് 4 പോയിന്റ് കിട്ടണം. ആദ്യത്തെ പോയിന്റ് ഞാൻ എഴുതാം, ടീച്ചേഴ്സ് ഇൻകൾക്കേറ്റ് വാല്യൂ. ഓക്കെ, the books that they read. Okay, then peers or friends, അതിനെ കുറിച്ച് എഴുതാം. 4 പോയിന്റ് കിട്ടിയാൽ മതി. ഇനി നാലാമത്തത് എന്താ പറയാ, മ്യൂച്വൽ റെസ്പെക്ട്, സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട് irrespective of any what you call religion, creed, nationality, all these things. അപ്പൊ ഇവിടെ നോക്കൂ, 4 പോയിന്റ് കിട്ടി, യു ആർ ഏബിൾ ടു എലാബറേറ്റ് ഇറ്റ്. ഞാനൊന്നും വലിയൊരു കോൺസെപ്റ്റല്ല ആലോചിക്കുന്നത്, വലിയൊരു ആസ്പെക്ട് ഞാൻ ആലോചിച്ച് ഇതിന് ഡെപ്തിൽ ഒരു ബുക്കല്ല എഴുതുന്നത്. യു ആർ റൈറ്റിംഗ് ജസ്റ്റ് 220 വേർഡ്സ്. ഞാൻ പറഞ്ഞ ഇൻട്രോ വെച്ച് നമുക്ക് വേണമെങ്കിൽ 40 to 50 വേർഡ്സ് എഴുതാം. ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാം, ഒരു മിനിമം ഒരു 150 വേർഡ്സ് കൊണ്ടുപോകാം. ഈ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം 40 വേർഡ്സ് എങ്ങനെ എഴുതാം. 40 160 ആയി. ഇവിടെ നമുക്ക് ഇവിടെ 40 ആയി, 200. കൺക്ലൂഷൻ ഒരു 20 വേർഡ്സ് കൂടി എഴുതിയാൽ ക്ലിയർ, ഓൾമോസ്റ്റ് എവറിഥിങ് ഇസ് ക്ലിയർ. വി ആർ വിതിൻ ദ ടോപ്പിക്, വിതിൻ ദ ടൈം ലിമിറ്റ്, വിതിൻ ദ വേർഡ് ലിമിറ്റ്. ബട്ട് നമ്മൾ കാട് കയറിയാണ് ചിന്തിക്കുന്നത്. അയ്യോ സർ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി, ഒന്ന് ആലോചിക്കട്ടെ. 4 പോയിന്റ് എഴുതിയാൽ മതി. 4 പോയിന്റ് അവിടുന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് എക്സ്പാൻഷൻ ഇസ് വേർ യു നീഡ് ടു സ്റ്റാർട്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, റൈറ്റ് ടെസ്റ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട്ബുക്കും പേന എടുത്ത് ഒന്ന് എഴുതി നോക്കൂ. ഈ 4 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് എഴുതാം. എനിക്ക് ഈ 4 പോയിന്റ് കൊണ്ട് 160 വേർഡ് എത്താൻ പറ്റുന്നില്ല, 5 എഴുതും, അല്ലെങ്കിൽ 6ാമത്തെ ഒക്കെ എഴുതും. എന്നിട്ട് നമുക്ക് അത് ഈക്വലി ഡിവൈഡ് ചെയ്യാം. 30 വേർഡ്സ് അല്ലെങ്കിൽ 20 വേർഡ്സ് ഇനഫ്. 2 ലൈൻ അല്ലെങ്കിൽ 2 or 3 ലൈൻ എഴുതി കഴിഞ്ഞാൽ, ടീച്ചേഴ്സിനെ കുറിച്ച് തന്നെ എഴുതി കഴിഞ്ഞാൽ 40 വേർഡ്സ് എത്തും. ബുക്സ് ഡെഫിനറ്റ്ലി, ലൈബ്രറി ബുക്സ്, പിന്നെ പിയേഴ്സ് ഓർ ഫ്രണ്ട്സ്. അപ്പൊ ഈ ചൈൽഡ്സ് ബിഹേവിയറിനെ കുറിച്ച് അങ്ങനെ വലിയ ഡെപ്ത് ആയിട്ട് നമ്മൾ സൈക്കോളജി പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ദീസ് തിങ്സ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഹൗ ക്യാൻ വി എക്സ്പാൻഡ് ആൻഡ് മേക്ക് എ പ്രോപ്പർ എസ്സേ? കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ഒരു നല്ല രീതിയിൽ നമുക്ക് എസ്സേ എഴുതണമെങ്കിൽ
this will hardly take 14 to 15 minutes. Focusing. Okay. അപ്പോൾ നമുക്ക് അടുത്തേക്ക് കിടക്കാം. So the writing within the limit. Writing within the limit means 14 minutes നുള്ളിൽ എഴുതാം. Word time limit, word limit ആണെങ്കിൽ 220 to 240 optimum ലെവലിൽ പോയോ. ബട്ട് ബാക്കിയുള്ള 40 ഇപ്പൊ 40 സെക്കൻഡ്സ് ആണ് പറയേണ്ടതെന്ന് വെച്ചാൽ 40 സെക്കൻഡ്സ് തന്നെ പറയാം. 35ലേക്ക് കട്ട് ചെയ്യരുത്, 30ലേക്ക് കട്ട് ചെയ്യരുത്, 20ലേക്ക് കൊണ്ടുവന്ന് അത് കൺക്ലൂഡ് ചെയ്യരുത്. 40 സെക്കൻഡ്സ് തന്നെ സംസാരിക്കാം. പക്ഷെ നമുക്ക് ഒരു 10 വേർഡ് വെച്ചിട്ട് 40 സെക്കൻഡ് സംസാരിക്കാം. ഹി വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് കഴിഞ്ഞില്ലേ? അപ്പൊ തന്നെ 10 സെക്കൻഡ് 12 സെക്കൻഡ് കഴിഞ്ഞു. ബട്ട് ദിസ് ഇസ് നോട്ട് വാട്ട് ഇസ് നമ്മള് കോണ്ടന്റ് ആൻഡ് the quantity of the content and the quality of the content should match. അപ്പൊ ധാരാളം ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉണ്ടാവും. ഇത് എപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ ഈ റീറ്റെയിൽ ലെക്ചേഴ്സ് ചെയ്താലും ഡിസ്ക്രൈബ് ഇമേജ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യം ശ്രദ്ധിച്ചു പോയാൽ then you are right there. ഓക്കെ, നമുക്ക് നടക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ വേർഡ് ലിമിറ്റ്. റെസ്പോണ്ട് ക്വിക്ലി ആൻഡ് കീപ് സ്പീക്കിംഗ് ഡ്യൂറിങ് സ്പീക്കിംഗ് ടാസ്ക്. റെസ്പോണ്ട് ക്വിക്ലി, ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട. റെസ്പോണ്ട് ക്വിക്ലി, വൈ? ബിക്കോസ് 3 സെക്കൻഡ് റൂൾ ഉണ്ട്. 3 സെക്കൻഡ് റൂൾ നമ്മൾ എപ്പോഴും അത് റെസ്പെക്ട് ചെയ്യേണ്ട സാധനം. 3 സെക്കൻഡ് റൂൾ. 3 സെക്കൻഡ് the microphone will close after 3 seconds of silence and stop record. നമ്മൾ സംസാരിക്കും, we feel that it is getting recorded, but the actual thing is your speaking is not really happening because your mic has been muted, because he did not speak for the first 3 minutes, and it is like utter silence for the database. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. 3 സെക്കൻഡ് റൂൾ ഇസ് മസ്റ്റ്. 3 സെക്കൻഡ് റൂൾ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതേ രീതിയിൽ വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇഫ് ഐ പോസ് ഫോർ എ സെക്കൻഡ്, ഐ ആം നോട്ട് റൈറ്റ് ദെയർ. സോ റെസ്പോണ്ട് ക്വിക്ലി. Immediately when the microphone switches on, or you hear the beep sound, or you get an intimation that recording has started, your voice should be there, right there. Your voice should be present there. അതിൽ ഒരു കോംപ്രമൈസും വേണ്ട. You have to be there. Your voice should be there. Presence of mind. ഞാൻ ശ്രദ്ധിച്ചില്ല, വിട്ടുപോയി. Why is this happening? Because I am not prepared like this. അങ്ങനെയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. Till you make that happen. അതല്ലാതെ വെറുതെ മോക്ക് ടെസ്റ്റ് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തിട്ട് sir, I am getting 50, not more than that. Why? Because you are not been practicing like this. Now next is keep speaking. അതാ ഞാൻ പറഞ്ഞേ, continue speaking all throughout, maintain the consistency. The first thing is, ഞാൻ keep speaking എന്ന് പറയുമ്പോൾ കുറച്ച് ആസ്പെക്ട് മനസ്സിലാക്കണം. ഒന്നാണ് കൺസിസ്റ്റൻസി. ഈ കീപ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ keep speaking എന്ന് വെച്ചാൽ consistency in what? Volume. Consistency in volume, consistency in stress, consistency in words, and consistency in every second overall. വീണ്ടും എടുത്ത് പറയാം, consistency in volume, you are having you are not dipping down every time, you maintain that volume, you are right there. എന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വോളിയം കറക്റ്റ് ആയിട്ട് അതേ വോളിയം, പിന്നെ ഇങ്ങനെ പോയി പിന്നെ വോളിയം കുറയുന്ന അവസ്ഥ വരരുത്. യുവർ വോളിയം ഷുഡ് ബി ഷാർപ്പ്, ഈക്വൽ, പാരലൽ ആയിട്ട് റൺ ചെയ്യണം ആ ഗ്രാഫ്. ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. സബ്മിഷൻ ചെയ്യുമ്പോൾ അത് തന്നെ കാണണം. ഓക്കെ. ദെൻ സ്ട്രെസ്, വേർഡ്സിൽ സ്ട്രെസ്. തുടങ്ങിയപ്പോൾ ഞാൻ സ്ട്രെസ് ചെയ്തു, പിന്നെ വേർഡ്സിന് ഞാൻ സ്ട്രെസ് കൊടുത്തില്ല.
സോ ദെൻ ആ കൺസിസ്റ്റൻസി ഇൻ സ്ട്രെസ്. മൂന്നാമത്തേതാണ് കൺസിസ്റ്റൻസി ഓഫ് വേർഡ്സ്. ഞാൻ സ്പീക്ക് ചെയ്യുമ്പോൾ വേർഡ്സ് വരുന്നില്ല, ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഒരു വേർഡ് കിട്ടി, പിന്നെ എന്താ ഫില്ലേഴ്സ് വരുന്നു, ഓ അക്ഷരമാല എല്ലാം പറഞ്ഞു. കൺസിസ്റ്റൻസി ഇൻ സ്ട്രെസ്. ആൻഡ് നാലാമത്തേതാണ് കൺസിസ്റ്റൻസി എവറി സെക്കൻഡ്. ഒരു രീതിയിൽ പോസ് വരരുത്. നോ ഫില്ലേഴ്സ്, നോ മൊമെന്റ് ഓഫ് സൈലൻസ്. സോ കൺസിസ്റ്റൻസി ഇൻ വോള്യൂം, consistency in stress, consistency in the words, and consistency every second. Whereas consistency every second. Clear ayo? Don't entirely write in capital words. ഇത് എങ്ങനെ സംഭവിക്കാന്ന് അറിയാം. ക്യാപിറ്റൽ വേർഡ്സ് വരാൻ കാരണം വെച്ചാൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പറായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നമ്മൾ ചെയ്യും, ഒട്ടുമിക്ക സ്റ്റുഡൻസ് എന്താ ചെയ്യാന്നറിയാം, ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തോ, ലിസൺ ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, ലിസൺ ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റൈറ്റിംഗ്. എപ്പോഴും ശ്രദ്ധിക്കുക, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഹാസ് എ 3-step rule. 3-step rule. 3-step rule. What is that? റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് വെച്ചാൽ യു ഹിയർ സംതിങ്, യു ലിസൺ ടു സംതിങ്, യു ലിസൺ ടു എ സെന്റൻസ്. ആ സെന്റൻസ് കേട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാന്നാണ് പറയുന്നത്, പിയേഴ്സൺ പറയുന്നത്. ആ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാവും, കുറച്ചും കൂടി വ്യക്തമാവും. ബട്ട് ഞാൻ കുറച്ചും കൂടി ഓവറോൾ ഒരു കാര്യം പറയാം. റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ അത് ഏത് രീതിയിൽ നമ്മൾ അതിലേക്ക് വരണം, ചെയ്യാത്തവർ അതിലേക്ക് കടക്കരുത്. ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1-to-1 സെഷനിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. എന്നിട്ട് മാത്രം നിങ്ങൾ ക്ലാസ് അതിലേക്ക് റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിലേക്ക് പോയാൽ മതി. ബട്ട് ഞാൻ നിങ്ങളുടെ നോളജിൽ പറയാം, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഹാസ് എ 3-step rule. First you listen, okay? Listen. Then you write, then you speak. Okay, then you speak, then you write, and then you type. Okay? So then 1, 2, 3, 4. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് ഈ 3-step rule എന്ന് പറഞ്ഞത്. But there is overall 4 steps. So first you listen. കേട്ടാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയാം, സെന്റൻസ് മൊത്തത്തിൽ പറയാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, പറഞ്ഞാൽ ഉടനെ തന്നെ എഴുതുക, പറഞ്ഞുകൊണ്ട് എഴുതുക. സോ ദെൻ ദാറ്റ് ബിക്കംസ് എ ഹാബിച്വേറ്റഡ് തിങ് ദാറ്റ് ഗെറ്റ്സ് ഇൻ ടു യുവർ ബ്രെയിൻ ഫാസ്റ്റ്. ഇപ്പോൾ ഒരു സെന്റൻസ് കേട്ടു, ഒരു സെന്റൻസ് കേട്ടാൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ കാര്യം, ദാറ്റ്സ് എ നാച്ചുറൽ ഇൻഹിബിഷൻ. എന്താണ്, നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോയാൽ half of the thing is we are saying one thing and then we are finding the keys, appropriate keys to write that word, and by the time you complete half of the sentence you are lost. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ അത് പറയാം, ഉടനെ തന്നെ പറയാം. ലിസൺ ടു എ സെന്റൻസ്, ഉടനെ തന്നെ പറയാം. ആ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ you write it and then you type it. And that gives you lot like a freedom to check. Right from dictation നമുക്ക് സമയമുണ്ട് ചെയ്യാൻ. ബട്ട് നമ്മൾ എന്താ വിചാരിക്കുക, സമയമില്ല, തിരക്കാണ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഓഫ് ടൈം. അതെന്താ വെച്ചാൽ ടൈം മാനേജ്മെന്റ് ഫ്രം ദ ഡേ 1 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ശീലിക്കാം. വേർഡ് ലിമിറ്റ് മാത്രം നോക്കുന്ന പോലെ തന്നെയാണ് ടൈം ലിമിറ്റും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ടൈം ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാതെ ശീലിച്ചില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിലേക്ക് പോകുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ബിക്കോസ് എവറി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ടൈംഡ്. എവറി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ടൈംഡ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റൈറ്റ് എസ്സേ ചെയ്തു, 20 സെക്കൻഡ് മാക്സിമം ടൈം ഉണ്ട്, 20 മിനിറ്റ്സ് മാക്സിമം ടൈം ഉണ്ട്. ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ടൈം ഇല്ല. സേ ഫോർ എക്സാമ്പിൾ റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതിന് ടൈം ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിൽ സമയം എടുക്കാം. ദെൻ യു ആർ ദ മാക്സിമം ടൈം ഫോർ ദ എക്സാം ഇസ് 2 hours. ആ 2 hours തീർക്കാൻ പറ്റുന്നത് നമുക്ക് 2.5 hours സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ സെക്ഷൻസ് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ടൈംഡ് പ്രാക്ടീസ് ഫോക്കസ് ചെയ്യുക. ടൈംഡ് പ്രാക്ടീസ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി വരുള്ളൂ. ഇനീഷ്യലി എല്ലാത്തിനും നമുക്ക് ടൈം ചെയ്യാൻ പറ്റില്ല. തുടങ്ങുമ്പോൾ മേ ബി യു മൈറ്റ് ബി ഹാവിങ് എ പ്രോബ്ലം,
ബിക്കോസ് നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ കേട്ടത് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമർ പ്രോബ്ലം ഉണ്ട്, യു ആർ നോട്ട് ഏബിൾ ടു പിക്ക് ദ റൈറ്റ് വേർഡ്, അല്ലെങ്കിൽ എസ് എഴുതുമ്പോൾ നമുക്ക് 14 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല, 20 മിനിറ്റ് തന്നെ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, തീരുന്നേ ഇല്ല, 150 160 വേർഡ് എഴുതി വരുന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, നോ ഇഷ്യൂസ്. ബട്ട് ഗ്രാജുവലി എല്ലാ സെക്ഷൻസിനും നിങ്ങൾ ട്രെയിനറിനോട് ചോദിച്ച് പതുക്കെ, അത് ആദ്യത്തെ ദിവസമല്ല, അത് പറയുന്ന രീതി ഉണ്ടാവും, അതിനനുസരിച്ചാണ് പറയാ. അപ്പോ ആ ഒരു ടൈം ലിമിറ്റ് അവർ പറയും, ആ ടൈം ലിമിറ്റ് അനുസരിച്ച് തന്നെ മാച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ്. ഇപ്പൊ അതൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ സോ വെൻ യു ആർ വെരി മച്ച് എൻഗ്രോസ്ഡ് ഇൻ ലോട്ട് ഓഫ് തിങ്സ്, വാട്ട് ഹാപ്പൻസ്? ഓ, ഇതിനൊപ്പം ടൈം ലിമിറ്റ് നോക്കണം, ഇതിനൊപ്പം ഗ്രാമർ നോക്കണം, ഇതിന്റെ കൂടെ സ്പെല്ലിംഗ് നോക്കണം, ഇതിന്റെ കൂടെ അപ്ഡേറ്റ്സ് നോക്കണം, എല്ലാം നമുക്ക് ഒരുമിച്ച് നോക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് സ്ലോലി, ബിൽഡ് ഗ്രാജുവലി, ആൻഡ് ദെൻ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് സ്കോർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. റൈറ്റ് ഇൻ ക്യാപിറ്റൽ വേർഡ്സ്. നമ്മുടെ ശീലം എന്താ? നമ്മൾ ആദ്യം കേൾക്കുന്നു, അത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ, ക്യാപ്സ് ലോക്ക്, ഓ കുഴപ്പമില്ല, പ്രശ്നമില്ല ചില വേർഡ്സ്. ബട്ട് നെവർ ഡു ദാറ്റ്. ടൈറ്റിൽ കേസ് ഫസ്റ്റ് ലെറ്റർ മാത്രം, നമ്മൾ സെന്റൻസിന് ഫസ്റ്റ് ലെറ്റർ മാത്രം നമ്മൾ ക്യാപിറ്റൽ വെക്കുക, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് ക്ലിക്ക് നെക്സ്റ്റ് ബിഫോർ യു ഹാവ് കംപ്ലീറ്റഡ് ദ ടാസ്ക്. ഇത് മോക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളാണ്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് അപ്പൊ തന്നെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണം. അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഇൻഡിവിജ്വൽ സെക്ഷൻസിൽ പറഞ്ഞു തരാം, അത് അവിടെ ഞാൻ എത്തുമ്പോൾ പറഞ്ഞുതരാം. മീൻ വൈൽ നെക്സ്റ്റ് ബട്ടൺ ഒരിക്കലും ടാസ്ക് കംപ്ലീറ്റ് ആവാതെ ചെയ്യരുത്. ഓക്കെ, നൗ യു സീ ഹിയർ എ ലിസ്റ്റ് ഓഫ് തിങ്സ്. എന്താണ്? റീഡ് അലൗഡ് ഉണ്ട്, റിപ്പീറ്റ് സെന്റൻസ് ഉണ്ട്, ഡിസ്ക്രൈബ് ഇമേജ് ഉണ്ട്, ട്രീറ്റ് എ ലെക്ചർ ഉണ്ട്, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഉണ്ട്, റൈറ്റ് എസ്സേ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ്, റീഓർഡർ, റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, reading and writing fill in the blanks, summarize spoken text, multiple choice, multiple answer, fill in the blanks, highlight correct summary, multiple choice, single answer, select missing word, highlight incorrect word, write from dictation. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, there are 4 pillars of PT. ഭൂരിഭാഗം മാർക്ക് പി ടിയിൽ കിട്ടുന്ന സെക്ഷൻ ഏതാന്ന് വെച്ചാൽ, ഭൂരിഭാഗം മാർക്ക് കിട്ടുന്നത് റീഡ് അലൗഡ് നിന്നാണ്, റിപ്പീറ്റ് സെന്റൻസിൽ നിന്നാണ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്നാണ്. ആദ്യം എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് ഈ 4 സെക്ഷനാണ്. നിങ്ങൾക്കത് പഠിപ്പിച്ച് തരുമ്പോൾ ഓർഡർ ഞങ്ങൾ തെറ്റിക്കും. ഇത് ആദ്യം ഈ 4 സെക്ഷൻ അല്ല എടുക്കാം. സോ ഡോണ്ട് ഫോഴ്സ് എനി ട്രെയിനർ എനിക്ക് ഇന്ന് എടുത്താൽ മതി, അല്ല. We have a rule, അതിനനുസരിച്ച് പഠിപ്പിക്കുള്ളൂ. ബട്ട് ബിക്കോസ് ദാറ്റ് റിക്വയർസ് സം ഒരു പ്രിപ്പറേഷൻ വേണം, അതനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ നീക്കുള്ളൂ. സോ ഡോണ്ട് ഫോഴ്സ് ദ ട്രെയിനർ ടു ടീച്ച് യു സംതിങ് എൽസ്. റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആൻഡ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഈ ഒരു കാര്യം, ഈ 4 സെക്ഷൻ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എറർ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തു വരുമ്പോൾ, സെക്ഷൻസ് ചെയ്തു വരുമ്പോൾ ഈ 4 സെക്ഷനും വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് 50% ഓഫ് ദ മാർക്ക്, 50% മാർക്ക്. അതിന്റെ ചാർട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസ്റ്റർ ക്ലാസ്സുകളിൽ ഞാൻ ഇൻഡിവിജ്വൽ സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. 50% ഓഫ് ദ മാർക്ക് ഇസ് ദർ. 50% മാർക്ക്. ഈ 50% മാർക്കിന് വേണ്ടി നമ്മുടെ ഫോക്കസ് എല്ലാം പോയി കളയുന്നത് എവിടെയാണ്? നമ്മൾ 50% മാർക്ക് എന്ന് വെച്ചാൽ 50 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 15 മാർക്ക് പെർസെന്റേജ് മാർക്ക് ബാക്കി സെക്ഷൻസ് വന്നാൽ മതി. അല്ലെങ്കിൽ 65, 79 ആണെങ്കിൽ 29 മാർക്ക് മറ്റേ സെക്ഷൻസ് വന്നാൽ മതി. 50%, 25% ബാക്കി സെക്ഷൻസ് വന്നാൽ മതി. യു ആർ going to get a good score. But you have to focus what is important. 45 മാർക്സ് ഇവിടെ ആണെങ്കിൽ we are not focusing on these 45 marks. 50% മാർക്ക് ഇവിടെ നിന്നാണ്. 90ൽ 50% എന്ന് വെച്ചാൽ മോർ ദാൻ 50 ചില സെക്ഷൻസ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം, അതിന് വേണ്ട പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെറ്റ് us take important things first. ഇതൊക്കെ സെക്ഷൻസ് എന്താണ്?
ഇപ്പൊ റീറ്റെൽ ലെക്ചർ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഇമേജോ ടെംപ്ലേറ്റ് മാറിയിട്ടുണ്ട്, ശരിയാണ്, അത് ആവശ്യമാണ്. ബട്ട് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് മോർ important pillars in Pearson, that is these 4 sections: read aloud, repeat sentence, write from dictation, and reading and writing fill in the blanks. ഇനി proactive എല്ലാവരും ഒരുവിധം ഇൻഡക്ഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇൻഡക്ഷൻ ചില സ്റ്റുഡൻസിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻഡക്ഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ proactive sense of grammar is the most important part when we try implementing it. ഈ ഗ്രാമർ എവിടെയൊക്കെ വേണം? ഗ്രാമർ നമുക്ക് വേണ്ടത്, നമ്മളൊരു കാര്യം പറയുന്നു, ഓക്കെ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ ഗ്രാമർ വേണം, ഓക്കെ, ഇതിൽ ജി ഗ്രാമർ വേണം, ഓക്കെ, നമ്മൾ റൈറ്റ് എസ്സേയിൽ ഗ്രാമർ വേണം, പിന്നെ സമറൈസിൽ ഗ്രാമർ വേണം, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഗ്രാമർ വേണം, ഇവിടെ ഗ്രാമർ വേണം, സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റിൽ ഗ്രാമർ വേണം, ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിംഗിൽ ഗ്രാമർ വേണം, ഓക്കെ, ഇത് ഓക്കെ ഓക്കെ റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇവിടെ അല്ല, ഇവിടെ ലിസണിങ്ങിന്റെ പാർട്ടാണ്, സോറി, ഇവിടെ ഇവിടെയും ഗ്രാമർ വേണം. അതായത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം സെക്ഷൻസ് വരുമ്പോൾ. ഓക്കെ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ് ഗ്രാമർ വേണം. നോക്കൂ, ഗ്രാമർ വേണ്ട സെക്ഷൻസ് 1 2 3 4 5 6 7 8 സെക്ഷൻസിൽ ഗ്രാമർ വേണം. ആ പ്രോആക്റ്റീവ് സെൻസ് ഓഫ് ഗ്രാമർ ഇല്ലെങ്കിൽ, ഞാൻ ഈ വേർഡ് കേട്ടു, ആ വേർഡ് കേട്ടത് പ്ലൂറൽ ആയിരുന്നോ, സിംഗുലർ ആയിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോം ആയിരുന്നോ, അതിന്റെ പ്രസന്റ് ഫോം ആയിരുന്നോ, ഒറ്റ നിമിഷം കൊണ്ട് ആലോചിച്ച് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? അതിന് ഗ്രാമർ വേണം. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീഫ്രഷ് ആക്കി വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ബട്ട് വെൻ വി സേ ഗ്രാമർ വേണ്ട എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം വരും. എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ അത് കുറച്ച് സെക്കൻഡ്സിലോ കുറച്ച് മിനിറ്റ്സ് കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളാണ്. വി കനോട്ട് ടേക്ക് എ ഹോൾ ഡേ ടു കംപ്ലീറ്റ് എ ടാസ്ക്, കംപ്ലീറ്റ് എ സെക്ഷൻ. അത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ടൈം ബൗണ്ട് തിങ്. സോ അത് നിങ്ങൾ ഒന്ന് സഹകരിച്ചാൽ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് വീണ്ടും റിവൈസ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ ഇനിയും നമ്മൾ എന്താ പറയാ കുറെ ഇംപ്ലിമെന്റേഷൻ സെക്ഷൻസിലേക്ക് വരും. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ? ഫസ്റ്റ് ഇസ് ദ റീഡ് അലൗഡ് പാർട്ട്, അവിടെ 3 സെക്കൻഡ് റൂൾ. പിന്നെ പഠിച്ചത് എന്താ? കോണ്ടന്റിന്റെ പാർട്ട്, വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് കോണ്ടന്റ് എസ്സേയിലും ആവശ്യമാണ്, റീറ്റെയിൽ ലെക്ചറിൽ ആവശ്യമാണ്, പിന്നെന്താ പറയാ ഡിസ്ക്രൈബ് ഇമേജിൽ ആവശ്യമാണ്, അതുപോലെ തന്നെ സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റിൽ ആവശ്യമാണ്. കോണ്ടന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ആസ്പെക്റ്റുകളിൽ നമ്മൾ കോണ്ടന്റ് നോക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ സീറോ. കോണ്ടന്റിൽ പ്രോബ്ലം വന്നാൽ വീണ്ടും വേറെ ഒരു ഹ്യൂമൻ ചെക്ക് ചെയ്യില്ല. സോ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് തിങ്, സെർച്ച് എഞ്ചിൻ, that it checks the authenticity of your content. Okay, so I hope you have understood. Make sure that you start implementing it. ക്ലാസ്സിന് കൃത്യം സമയത്തൊന്ന് കയറാൻ ശ്രമിക്കുക. മൈ റിക്വസ്റ്റ്. ഓക്കെ, വരുന്ന ദിവസങ്ങൾ കാണാം. ട്യൂസ്ഡേ നമുക്ക് മാസ്റ്റർ ക്ലാസ്സിൽ കാണാം. മേക്ക് ഷുവർ ദാറ്റ് യു ആർ അറ്റൻഡിങ് ഇറ്റ് വിത്ത് ഈ ഒരു കാര്യം നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ചെയ്തവരാണെങ്കിൽ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. വേർ ആം ഐ ഗോയിങ് റോങ്? ഫ്ലുവൻസിയിൽ എവിടെയാണ് ഇഷ്യൂസ് വരുന്നത്? ടൈം ബൗണ്ട് ആയിട്ടാണോ ഞാൻ ചെയ്യുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നുണ്ടോ? വൊക്കാബുലറി ഇഷ്യൂസ് വരുന്നുണ്ടോ? ഗെറ്റ് ഇറ്റ് ഡൺ. മെയിൻറ്റെയിൻ a written dictionary. എവിടെയൊക്കെയാണ് എനിക്ക് ഏതൊക്കെയാ വേർഡ്സ് എനിക്ക് കിട്ടാത്തത്, ആ വേർഡ്സ് എഴുതിയെടുക്കുക. ഗെറ്റ് ദ സ്പെല്ലിംഗ് റിട്ടൺ. വെൻ യു റൈറ്റ് ദ സ്പെല്ലിംഗ് യു റിമെമ്പർ ഇറ്റ് ട്വൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരില്ല. സ്പെല്ലിംഗ് നമ്മുടെ ബ്രെയിനിൽ എംബെഡ് ആയിക്കോളും. ഓക്കെ, thank you. God bless you all. Happy weekend. Good night. Bye.